നമുക്ക് എളുപ്പത്തിൽ ഒരു മട്ടൻ മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് മട്ടനിലോ ചിക്കനിലോ ബീഫിലോ എന്തിൽ വേണോ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ടനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടൊരു കുക്കറിലോട്ട് കുറച്ച് മട്ടൺ, അതിലോട്ട് ചോപ്പ് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുക്കണം. നമുക്ക് വേണം ക്യാപ്സിക്കം, മല്ലി, പുതിന ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ സവാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിലോട്ട് 2 മാഗി ക്യൂബ് പൊടിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു ഉണക്ക നാരങ്ങ, ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ കിടന്ന് ഉണങ്ങിയ ഒരു നാരങ്ങയാണ് എടുത്തിട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസോ പച്ച നാരങ്ങ എന്തോ ഇട്ട് കൊടുക്കാം. മട്ടൻ നന്നായിട്ട് വെന്തതിന് ശേഷം മട്ടൻ മാത്രം ഒരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് ആ കുക്കറിലോട്ട് തന്നെ സ്റ്റോക്ക് വാട്ടർ മാറ്റിയതിന് ശേഷം കുറച്ച് ബട്ടർ ഓയിൽ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ മാത്രം ആയാലും മതി. എന്നിട്ട് 45 മിനിറ്റ് കുതിർത്തി വെച്ച ബസ്മതി റൈസ് അതിലോട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ സ്റ്റോക്ക് വാട്ടറും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ. എന്നിട്ട് ആവി പോയിട്ട് തുറന്നെടുക്കാം. എന്നിട്ട് ഊറ്റി വെച്ച മട്ടനിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് വേവിച്ച റൈസ് തട്ടി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച മട്ടണും ഒരു 5-6 പച്ചമുളകും കുത്തി വയ്ക്കണം. വേണമെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളർ വെള്ളത്തിലോട്ട് കലക്കി റൈസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഗ്ലാമറായിരിക്കും റൈസ് കാണാനായിട്ട്. എന്നിട്ടൊരു പാത്രത്തിലോട്ട് കുറച്ച് ചിരട്ടയോ ചാർക്കോളോ കത്തിച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ദമ്മിടാം. നമുക്കൊരു 15 മിനിറ്റൊക്കെ ഇത് ദമ്മിട്ട് വെക്കാം. എന്നിട്ട് അത് തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരും. ആഹാ! അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൻ മന്തി റെഡി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, നല്ല ഗ്ലാമറും നല്ല ടേസ്റ്റുമാണ്. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും. അപ്പോൾ എന്താ, ഇതൊന്നും ഞാൻ പറഞ്ഞ് പറയിപ്പിക്കണേ അല്ല, കണ്ടില്ല എക്സ്പ്രഷൻ. വാവ്! അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.